എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നിങ്ങളേവരെയും PUMC മലയാളം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിരമിഡ് ഉല്ലാസം മെഡിറ്റേഷൻ ചാനൽ. നമ്മളുടെ ചാനലിൻ്റെ സതുദ്ദേശം എന്നുള്ളത് എല്ലാവരിലും ആത്മീയതയെ എത്തിക്കുക എന്നുള്ളത്, വളരെ സരളമായ ലളിതമായ ധ്യാന രീതി ആനാപാനസതി എത്തിക്കുക എന്നുള്ളതും കൂടെയാണ്. ആനാപാനസതി എന്നുള്ളത് ശ്രീബുദ്ധൻ അവർ പറഞ്ഞിട്ടുള്ള സരളമായ ലളിതമായ ധ്യാന രീതിയാണ്. അത് നമ്മളിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് പിതാമഹ സുഭാഷ് പത്രിജി അവർകളാണ്. പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റീസ് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ കൂടെയാണ് അദ്ദേഹം. സാധാരണ ജനങ്ങളിലേക്ക്, അതായത് വായിക്കാൻ പോലും അറിയാത്ത, അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ കഴിയാത്ത, എന്നാൽ താൻ ആര് എന്നുള്ള അന്വേഷണത്തിലിരിക്കുന്ന ജനങ്ങൾക്കായിട്ട് കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ള, എന്നും അവരോടൊപ്പം മാത്രം നിന്നിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച പത്രി സാറ് അത്യുന്നതങ്ങളിലുള്ള ജ്ഞാനം എല്ലാവർക്കുമായിട്ട്, അതായത് സാധാരണ ജനങ്ങൾക്കാണെങ്കിലും വളരെ ഉയർന്ന നിലയിൽ ഉള്ള വ്യക്തികൾ ആണെങ്കിൽ പോലും അവർക്കുമായിട്ട് പകർന്നു തരികയും ആത്മാവിൻ്റെ ജ്ഞാനം എല്ലാവർക്കും ഉള്ളതാണ് എന്ന് എല്ലാവരിലും എത്തിക്കുന്നതിനും അവരെ ആ ജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധ്യാന രീതിയിലൂടെ ആത്മാവിൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കുകയും നമ്മൾ തന്നെയാണ് സൃഷ്ടിയുടെ ഭാഗമെന്നും സൃഷ്ടി എന്നും ഉള്ള ജ്ഞാനം അവരിൽ ഓരോരുത്തർക്കും എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തി കൂടെയാണ്. നാം നമ്മളെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ യാത്രയിൽ ഏറ്റവും അധികം ചെയ്യേണ്ടുന്ന കാര്യം എന്നുള്ളത് ധ്യാനം ആണ് എന്നും, അത് ചെയ്യുന്നത് വളരെ സരളമായ രീതിയിലായിരിക്കണം എന്നുള്ളതും, അതിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ധ്യാന രീതി ശ്രീബുദ്ധൻ അവരുടെ ആനാപാനസതി എന്നുള്ളത് കൊണ്ടും നമ്മളിലേക്ക് അവരവരെ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും അദ്ദേഹം പറഞ്ഞു തരികയാണ് ചെയ്തത്. തന്നിലടങ്ങിയിരിക്കുന്ന ദൈവിക ഗുണങ്ങളെ, താൻ തന്നെയാണ് സൃഷ്ടി എന്നുള്ളത് മനസ്സിലാക്കി, താൻ തന്നെയാണ് എല്ലാ സൃഷ്ടികൾക്കും കാരണം എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടും, തന്നിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി താനാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ ബോധം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സൃഷ്ടിച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഓരോരുത്തർക്കും മുക്തി നേടാം എന്നുള്ള തത്വത്തിലേക്ക് എത്തിപ്പെടാനുള്ള രീതി ധ്യാനമാണ് എന്നും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജ്ഞാനം ഇല്ലാതെ, അറിവില്ലാതെ, അനുഭവമില്ലാതെ ചെയ്തിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് താൻ എന്താണ്, ആരാണ് എന്ന് സ്വയമേ മനസ്സിലാക്കിക്കൊണ്ട് ജ്ഞാനം നേടിക്കൊണ്ട്, വിജ്ഞാനം നേടിക്കൊണ്ട്, വെളിച്ചം നേടിക്കൊണ്ട്, വ്യാപ്തി നേടിക്കൊണ്ട് ഭഗവത് സ്വരൂപത്തിലേക്ക്, വ്യാപ്തിയിലേക്ക് നമ്മൾ ചെല്ലാനുള്ള ഏകമാർഗം ധ്യാനമാണ് എന്നുള്ളത് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയും, ആ ധ്യാനമാർഗത്തിലൂടെ നമ്മൾ സ്വയം ആരാണെന്ന്, നമ്മളുടെ സൃഷ്ടിയുടെ ഉപജ്ഞാതാവ് നമ്മൾ തന്നെയാണ് എന്നുള്ളതും, അത് പരിപാലിക്കേണ്ടവരും നമ്മൾ തന്നെയാണ് എന്നുള്ളതും, അതിൻ്റെ ഉന്മൂലനത്തിനുള്ള കാരണക്കാരും നമ്മൾ തന്നെയാണ്, അത് ഉന്മൂലനം ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും നമ്മളുടേതാണ് എന്നുള്ളതും
മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതിനും അത്യുന്നതമായിട്ടുള്ള ആ അവസ്ഥയിലേക്ക്, ബുദ്ധാഹുഡ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിർവാണ, സ്റ്റേറ്റ് ഓഫ് നിർവാണ എന്ന് പറയുന്ന ആത്മീയ സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ട് നമ്മളെ ജീവിതം സഫലമാക്കിക്കൊണ്ട് തിരിച്ച് അസ്ട്രൽ പ്ലെയിനിലേക്ക്, ആത്മീയ ലോകത്തിലേക്ക് ചെല്ലുന്ന സമയത്ത്, ഭൂതലത്തിൽ നിന്ന് ചെല്ലുന്ന സമയത്ത് ജീവിത ലക്ഷ്യവും സാഫല്യവും നേടി എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഈ ഭൂതലത്തിൽ നിന്ന് ചെല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അന്വേഷിക്കുന്നതോട് കൂടിയിട്ട് അവസാനിക്കുന്നതല്ല എന്നുള്ളതും, അനുഭവത്തിലൂടെ പഠിക്കേണ്ടതാണ് എന്നുള്ളതും, സൃഷ്ടിച്ച് ജീവിക്കേണ്ടതാണ് എന്നുള്ളതും, സൃഷ്ടിച്ചത് ആസ്വദിച്ച് ആവശ്യമില്ലാത്തത് ഉന്മൂലനം ചെയ്തുകൊണ്ട് ജീവിതം ജീവിച്ച് മുന്നിലേക്ക് പോകേണ്ടതാണെന്നും ഓരോ നിമിഷവും നമ്മൾ സന്തോഷത്തോടെ അനുഭവിക്കേണ്ടതാണ് എന്നുള്ളതും കൂടെയാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ആനാപാനസതി.